ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് 1920-ൽ താഷ്കെൻഡിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ എൻ. റോയിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യക്കകത്ത് 1925 ഡിസംബർ 26-ന് കാൺപൂരിൽ വെച്ച് നടന്ന സമ്മേളനം സിപിഐയുടെ സ്ഥാപക തീയതിയായി കണക്കാക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യസമരത്തിലും തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളിലും പാർട്ടി സജീവമായി പങ്കെടുത്തു. 1957-ൽ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള സൈദ്ധാന്തിക ഭിന്നതകളും ഇന്ത്യൻ സാഹചര്യങ്ങളോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസങ്ങളും ഇന്ത്യൻ സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിക്കുള്ളിൽ ശക്തമായ വിഭാഗീയതയ്ക്ക് കാരണമായി. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സിപിഐ ദേശീയ കൗൺസിലിൽ നിന്ന് 32 അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സിപിഐ എം രൂപീകരിക്കുകയും ചെയ്തു. മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും വിപ്ലവകരമായ നിലപാടുകളെയും പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സിപിഐ എം രൂപീകൃതമായതെന്ന് പാർട്ടി അവകാശപ്പെടുന്നു. പി. സുന്ദരയ്യ, എം. ബസവപുന്നയ്യ, EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബസു, A.K. ഗോപാലൻ തുടങ്ങിയവരായിരുന്നു സ്ഥാപക നേതാക്കളിൽ പ്രമുഖർ. പ്രധാന പ്രവർത്തന മേഖലകൾ: പശ്ചിമബംഗാൾ സിപിഐ എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി 1977 മുതൽ 2011 വരെ 34 വർഷം തുടർച്ചയായി പശ്ചിമബംഗാളിൽ ഭരണം നടത്തി. ലോകത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു ഇത്. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDF നേതൃത്വം നൽകിക്കൊണ്ട് സിപിഐ എം കേരളത്തിൽ പലതവണ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 2021-ൽ തുടർഭരണം നേടിയതും ചരിത്ര സംഭവമാണ്. ത്രിപുര, പശ്ചിമ ബംഗാളിന് പുറമെ ത്രിപുരയിലും സിപിഐ എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിലിരുന്നു. തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ തുടങ്ങിയവരുടെ അവകാശങ്ങൾക്കായി സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് C2, അഖിലേന്ത്യാ കിസാൻ സഭ AIKS, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DIFI, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ AIDWA തുടങ്ങിയ ബഹുജന സംഘടനകൾക്ക് രൂപം നൽകി. ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തുന്നു. മാർക്സിസം ലെനിനിസം പ്രത്യയശാസ്ത്രമായി സ്വീകരിക്കുന്നു. സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ തത്വങ്ങളിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ സാമ്രാജ്യത്വ, വൻകിട ബൂർഷ്വാ ജന്മി ചൂഷണങ്ങൾ അവസാനിപ്പിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവം സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും ദേശീയ പാർട്ടികളിൽ ഒന്നായും സിപിഐ എം നിലകൊള്ളുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.